ഇന്ന് പൊരിഞ്ഞ മഴ പെയ്യും ന്യൂസിലാൻഡിൽ എന്ന് പറഞ്ഞത് പാപ്പൻ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് എന്തിനാണ് ഈ ടേബിളിൻ്റെ മുകളിൽ ഈ വെള്ള ടേബിളിൻ്റെ മുകളിൽ ഈ സ്ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഗ്രേ. നീ പോയിട്ട് ആ മുറി തീർക്ക്. ആ നീ രാവിലെ നീ വഴക്ക് കൂടുന്ന സമയമില്ലേ? നീ എന്തിനാ ആളെ വേദനിപ്പിക്കുന്നേ? ന്യൂസിലാൻഡിലെ നമ്പർ 1 ബർഗർ ആയിട്ട് പറയാം. ഇന്ന് വൈകുന്നേരം ഇവിടെ പ്രോൺ ഇരുന്നായിരുന്നേ, അപ്പൊ അത് വെച്ചിട്ട് ടോമിയം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹോയ് ഗുഡ് മോർണിംഗ്. നല്ല രസമുണ്ട് രണ്ടുപേര് ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ഏയ് അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അവളെ അടുത്ത് നീ കളിക്കാന്ന് ചോദിക്കുക, അവള് നിന്നെ എടുത്തിട്ട് ഇടിക്കൂട്ടെ അച്ഛമ്മ. പിന്നെ ഗോൾഡ് അവിടെ കിടന്ന് ഉറങ്ങാം. ഗോൾഡയ്ക്ക് 1 മണിക്കൂർ കൂടെ എക്സ്ട്രാ ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് എന്താണെങ്കിലും ഇന്നലെ രാത്രി വെറുതെ കിടന്ന് കരയുക. എന്നിട്ട് ഞാൻ ഈ റൂമിൽ കൊണ്ടുവന്നിട്ട് ഏറിനെ കെടുത്തിയത്. പാലൊക്കെ രാത്രി ഒരുപാട് കുടിച്ചോളൂ. ചില ദിവസം കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗ്രോസ് പേർട്ടിൻ്റെ ഭാഗമായിട്ട് നീറ്റ് മോർഫീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എണീറ്റ സമയത്ത് ക്രാങ്കി ആയിട്ട് പിന്നെ അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ഒരു പാട്ടൊക്കെ 6 പാട്ട് കഴിയണവരെ ഉറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി. പോവാ, നമുക്ക് താഴെ പോവാ. കിലേരി ഗോൾഡ് ഗോൾഡ് ഏറമ്മ കുറുമ്പിയാണ് ഏറമ്മ, ഞാനല്ല നീ. 3, 2, 1 go. നമ്മുടെ തൈര് ഇന്നലെ ഉണ്ടാക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ടാവും. തൈര് ഇപ്പം അധികം 4 ഉണ്ടാക്കാറില്ല. ചോറ് തീറ്റ കൂടെ വളരെ കുറഞ്ഞു. അത് കാരണം ഇതിന് ഓട്ടം കുറവാണ്. ഇതൊക്കെയാ നല്ല ബ്യൂട്ടിഫുൾ കണ്ടാ, നൈസായി. ഇതൊക്കെ അപ്പം അത് തുറന്നിട്ട് കൊടുത്തത് മടുത്തു. എവിടെ പൊത്തും പോതുണ്ടോ ദിസ് ഈസ് ദ വേ ഹൗ ദേ എക്സ്പ്ലോർ താ. ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാൻ തുറന്ന് അടച്ചിരിക്കുന്നത് തുറന്ന് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്ത് സമാധാനത്തിൽ അവിടെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളിപ്പോൾ ഉറങ്ങണോടത്തുനിന്ന് വരും കേട്ടാ, ഉള്ളത് മുഴുവൻ മേടിച്ചോളാം. 2 കുണ്ടിവാസുകളും അവിടെ നിന്നിട്ട് കളിച്ചോ. ഫുള്ള് അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ച തുണി ആ ക്ലീനിങ് സാധനങ്ങളൊക്കെ എടുത്തോളാം. കീപ്പ് ഔട്ട് ഓഫ് ചിൽഡ്രനാണ് ആയിരിക്കണതല്ല. ഒരു ഡോർ തുറക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ വീടിൻ്റെ വിയാവരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പലം കൊണ്ട് ഒട്ടിച്ചൊളിച്ച പോലത്തെ സാധനങ്ങളാക്കണ്ട. ഇതിൻ്റെ മുകളിൽ തൂങ്ങുക. ഞാൻ പറയണില്ല, ഞാൻ മടുത്ത് ഞാൻ പറഞ്ഞത്. എച്ചുമോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ വകുപ്പ് എന്നാ നോക്കണേ. മിക്കവാറും ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഞാൻ മാറ്റേ ആ കൊണ്ടിന്ന് മാറ്റി വെച്ചാൽ ഞാൻ നോക്കട്ടെ. ഒന്ന് ഇങ്ങനെ ഇരിക്കേ. അതിന് പിന്നെ ആവുന്നില്ല പെട്ടെന്ന്. എൻ്റെ പൊന്നു മക്കളെ, ഇപ്പം എത്ര കളിപ്പാട്ടുണ്ട്. ഇതാണ് 1 രൂപയ്ക്ക് കളിപ്പാട്ടം മേടിച്ചിട്ട് ഇവർക്ക് ചിലവാക്കരുത്, കാര്യമില്ല. അങ്ങനെ വീടിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പൊത്തൊക്കെ അടച്ചു വയ്ക്കുക. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് തുറന്നിട്ട് അതിൽ നിന്ന് മാന്തിക്കോളും. ഒരു കളിപ്പാട്ടം ഒരു മേടിച്ച് ഉപയോഗിക്കില്ല. വെറുതെ കാശ് കൊണ്ട് കളഞ്ഞിട്ട് അവസാനം സാൽവേഷൻ ആർമിയിൽ കൊണ്ടുകൊടുക്കണം കളിപ്പാട്ടം. ഇതാവുമ്പോൾ എന്താ സുഖം. അവിടെ നിന്ന് കഴിക്കാൻ മുട്ട വാ, നമുക്ക് സ്ഥലം മാറാം. ഇവിടെ വേണ്ടാടാ വാ, കമ്മിയാ ഇവിടെ നിന്ന് മുട്ട തരാം വാ. അയ്യോ എന്തിട്ട് വഴക്ക്? എന്താ ബേളെന്നറിയോ? അത് പോയിട്ട് ഏഷ്ണി വയ്ക്കാൻ നീയും നിനക്ക് വേണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. എനിക്ക് നിനക്ക് കളഞ്ഞിട്ട് ഇവിടെ അകം മുഴുവൻ ക്ലീൻ ചെയ്യാൻ വയ്യ. വേണ്ട ഒരു തിന്നാൽ മതി. എല്ലാം ആദ്യം സംശയരോഗ്യ. നൈസ് മാമു. നോ നീ വേണമെങ്കിൽ തിന്നണ്ട കേട്ടോ. ഞാൻ ഇതിന് നിനക്ക് തരുള്ളൂ കേട്ടോ. നിൻ്റെ ട്രയൽ അടി എല്ലാ ദിവസവും കൂടെ കളയാനില്ല. ചുമ്മാ നീ വേണമെങ്കിൽ അതിന് ഞാൻ തരുള്ളൂ. ഇല്ല തരില്ല. ഇതെല്ലാവർക്കും ഒരു ഫുഡ് തന്നെയാണ്. ഏറാ കഴിക്കുമ്പോഴേക്ക് ഇന്നലെ ഞാൻ ചീത്ത വിളിച്ചപ്പോൾ നീ കഴിച്ചല്ലോ. നിനക്ക് വേണ്ടി ഇവിടെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടാ ഐറമ്മ. നീ അത് തരില്ല ചേട്ടാ. നിനക്ക് നീ അവിടെ ഇരുന്നോ. കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ ഫുഡൊന്നും ഇല്ല ചേട്ടാ.
അച്ഛൻ നീ കഴിച്ചറാ നിനക്കും വേണ്ടേ നല്ല കാര്യം പിന്നെ എന്തിനു നീ കരഞ്ഞ് എന്താണ് ഉണ്ടായി നിങ്ങൾ വഴക്കൂടിയാ ഡിഡ് യു ഗൈസ് ഫൈറ്റ് ചെയ്താ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അപ്പം ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഓക്കെ, ഇനി ഞാൻ അവിടെ പോയിട്ട് മുട്ട കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരെയിരിക്കും കേട്ടോ. ഓക്കെ, ഐ ആം നോട്ട് ഗോണ ഗിവ് എനി അതർ ഫുഡ്. ഓക്കെ ഗായ്സ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇന്നൊരു കഷ്ണം പോലും കഴിച്ചിട്ടില്ല. ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻ. ഇനി കരയായിരിക്കും കേട്ടാ. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിലൊത്ത് ഒട്ടും നിങ്ങളെല്ലാവരും. എനിക്ക് വേറെ പണികളുണ്ട് രാവിലെ. ഞങ്ങളെ രണ്ടുപേരനെ നോക്കിയിരിക്കില്ലല്ലോ എൻ്റെ പണി. ഞാൻ അവിടെ കൂലിക്ക് പണിക്ക് നിൽക്കുന്ന ആളല്ല ഞാൻ. നോ നോ നോ, ഐ എം ഡൺ. ഐ നീഡ് ടു ഹാവ് മൈ കോഫി. ഓക്കെ, ഐ നീഡ് സം പീസ് ഇൻ മൈ ലൈഫ്. എന്നെ ഒന്ന് വിളിക്കായിരിക്കും കേട്ടോ. ഇന്ന് പൊരിഞ്ഞ മഴ പെയ്യും ന്യൂസിലാൻഡിലെന്ന് പറഞ്ഞത്. പാപ്പൻ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്, കുറച്ച് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അത് കാരണം ഇന്ന് മൊത്തം മഴയാവും ചേട്ടാ. നാളെ എന്താവെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ഫുൾ സണ്ണാണ്. എൻ്റെ അടുത്തൊന്നും വന്നിരിക്കണ്ട. ഞാൻ എന്താ കാന്തോ അത് സൂര്യനോ അതിന് ചുറ്റും ഇങ്ങനെ കത്തി തിരിയാൻ? ഇപ്പഴാ കണ്ട് പാച വരല്. എത്ര നേരം വെച്ചിരിക്കുന്നു? രണ്ടുപേരും ഭക്ഷണം കഴിച്ചില്ലേ? വെറുതെ മുട, ഭയങ്കര മുട. അയ്യോ, ഞാനിപ്പോൾ വന്ന് കണ്ടേ ഉള്ളൂ. ഇതൊക്കെ മൂക്കില് മുടിയും മുടിയുടെ കൂട്ടത്തിൽ ഇതും മൂക്കട്ടയും. അവള് വെച്ചല്ല, അവളുടെ ശരീരത്തിൽ ഉണ്ടാവണത്. ഇക്കേ തുടച്ച് ഞാൻ മടുത്തു. ഞാൻ തുടക്കില്ലല്ല എൻ്റെ പണി. ഇക്കേ വേറെ പണികളുണ്ട്. അവളുടെ കേട് ചെറിയത് 2 കിട്ടാത്തൻ്റെ കേട്. അത് തന്നെ വേറെ കേട് എന്നിട്ടാണ്. തങ്കം പോടാന്നാ. ആരെങ്കിലും മുട്ട കൊടുക്ക്. റൂമിൽ നിന്ന് പോയാ ദേഷ്യം വന്ന പോലെ അഭിനയിക്കല്ലേ? എനിക്ക് ദേഷ്യം വരുന്നില്ലല്ലോ. കൊടുക്കണ്ടേ? മുനിയമ്മ വന്നിരുന്നു. അവള് 5 വായ കഴിച്ചിട്ടുള്ളൂ, അധികം കഴിച്ചില്ല. ഇഞ്ഞറ അതിന് പട്ടിണിക്ക് കിട്ടല്ലേ അത് തിന്നുള്ളൂ. അത് തന്നെ നല്ല പണിയത്. ഇപ്പം 2 വായ തിന്നുള്ളൂ. ഇപ്പം തുപ്പും കണ്ടോ? ഇപ്പം കണ്ടോ? 2 വായ കയറിയിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ വായ സാധനം പുറത്തേക്ക് ചാടും. അമ്മേനെ നാളെ കണ്ട് നീ എന്തിനാ സ്ട്രെസ് അടിച്ചിരുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കണ്ട. അതിന് കുറച്ച് ഫുഡ് വേണ്ട, നമുക്ക് കാശ് ലാഭാ. 18 വയസ്സ് വരെ അതുപോലെ. എസ്മ തുപ്പിയോട്ടെ, എസ്മയ്ക്ക് വേണമെങ്കിൽ വേണ്ടത്. ദാറ്റ്സ് ഓ ഗുഡ്. അവൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഇപ്പോൾ ശരീരത്തിൽ. എങ്ങനെയുണ്ട്? 2 കഴിഞ്ഞില്ലേ? എടി നീ എന്നെ മുമ്പിക്കണ. ഇന്നലെ കരഞ്ഞ എൻ്റെ സമാധാനം കളയാ. അമ്മയുടെ തുങ്കാണത്. ആ മുനിയമ്മയ്ക്ക് കൊടുത്തേ തിന്നുണ്ടോ? നല്ലത് കേട്ടോ. ഇനി പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോട്ടാ. അതൊക്കെ നാളേക്കും വീട് ക്ലീൻ ചെയ്യാനുണ്ട്, മനസ്സിലായില്ലേ? യശുമോ, ഇനിയിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. മൂക്കി കൂടിയാണ് അതിനണേ. അതിന് നല്ല സമയം 10 മണിയാണ്. 9:30-10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തതല്ല പോണ്ടേ. ഇന്നെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല. ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് മുനിയന്മാരെ മോന്ത നോക്ക്. എല്ലാവിധ കോസ്റ്റുണ്ട് എൻ്റെ കയ്യിൽ. അസുഖമൊക്കെ മാറി. ഇതിൻ്റെ സ്ലാപ്പി ഫേസ് ഒക്കെ പോയല്ലോ ഒന്ന് രാവിലെ. എൻ്റെ ഇപ്പോൾ എൻ്റെ കൂടെ കിടന്ന കാരണം തോന്നുന്നു. ഞാൻ അടുത്ത ദിവസം സ്ലാപ്പ് പോയിട്ട് എണ്ണ കൊടുത്തു തന്നെ. അവിടെ ഇപ്പുറത്തെ സ്ലാപ്പ്. എന്നെ കൊണ്ട് നിന്ന് കളിപ്പിച്ച ഞാനും തിന്നാന്ന്. ഞാൻ അപ്പോൾ തുപ്പി കാണിക്കുക. തുപ്പല്ലേ? അല്ല, അവൾ കഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്, കുഴപ്പമില്ല, മതി. നീ എന്നെ അധികം ഇതാക്കണ്ട അട്ടറ. നീയേ അല്ല നീ വേണ്ട വെച്ചെങ്കിൽ കാര്യം ചെയ്തേ. എക്സ്പ്രഷൻ കുരിന് തുടങ്ങി. എക്സ്പ്രഷൻ കുൻ കണ്ടാ പറഞ്ഞല്ലോ. എക്സ്പ്രഷൻ കുൻ. എക്സ്പ്രഷന്
വയറിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞു പറഞ്ഞിരിപ്പിന്നുണ്ട്. 2 ചാട്ടുണ്ട് ഇടയ്ക്ക്. താ ഓ കൈ കൊടുക്കട്ടെ ഞങ്ങള്. അവൾക്ക് കൊടുത്ത് മതിയിരുന്ന അവൾക്ക് വേണ്ട, അവൾക്ക് കഴിച്ചത് ആവശ്യത്തിന് കൊടുത്തറേ. താന്ന് പറയണ്ട കുട്ടി. അതിന് ഞാൻ വെള്ളം കൊടുക്കാന്നാണ്. എന്നാ വെള്ളം എന്നാ എനിക്കുള്ള വെള്ളം. ഇതെന്താ രണ്ടാളും ഇങ്ങോട്ട് തിരിക്കണേ? എവിടെയല്ലേ നിൽക്കണേ? ആ തിന്നല്ലോ. ആ അത് മതി, ആവശ്യത്തിനായി. 2 ഗ്രാം പ്രോട്ടീൻ കയറിയിട്ടുണ്ട്. 2 അല്ല 3 ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ. ഗുഡ് ഗുഡ് വൺ. നൗ യു ഫോർ ലെറ്റ്സ് ഗോ ആൻഡ് സ്ലീപ്പ്. ഞാൻ വെച്ചറേ മുനിയമ്മ കഴിഞ്ഞു കേട്ടാ. ഗുഡ് ഗേൾസ് കേട്ടാ. ആ മതി. യാ അവൾക്കും മതി. ഗുഡ്. യാ ആ ഗുഡ്. ആ ഞാൻ പുണ്യാളിനെ വിളിക്കട്ടെ ഇപ്പോൾ. നാളെ പുറത്തേക്ക് ഇട്ടാ മതി. ഇറക്കി വിടറാ എന്നെ. ക്ലോക്ക് ഉണ്ടേ? ക്ലോക്ക് നോക്കണ്ട. സ്റ്റെപ്പിന്റെ അവിടെ കയറ്റിയിട്ടില്ലാന്ന്. പിങ്ങോടെ പിങ്ങു മോനെ. ഇന്ന് കാര്യം പറഞ്ഞാൽ സ്പ്രിംഗ് ക്ലീനിങ് ആണ് കേട്ടോ. പിള്ളേരെ സിക്കൊക്കെ മാറി ഒന്ന് ഫ്രീ ആയതാ. എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് എന്തിനാണ് ഈ ടേബിളിൻ്റെ മുകളിൽ, ഈ വെള്ള ടേബിളിൻ്റെ മുകളിൽ ഈ സ്ലൈറ്റ് ഇട്ടിട്ടുള്ളതെന്ന്. ഗ്രേ ഇത് ആക്ച്വലി ഇട്ടിട്ടുള്ളത് നമ്മുടെ ക്യാമറ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് വെള്ളയുടെ ഉള്ളിലൊരു ഫുഡ് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 3 സ്ലൈറ്റിൻ്റെ സ്ലാബ് മേടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു റബ്ബറിൻ്റെ സാധനം വെച്ചിട്ട് ഇത് വെക്കും. ഇത് എല്ലാ മാസവും ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അല്ലാണ്ട് ഇതിന് വേറെ കൂട്ടൻസൊന്നും ഇല്ല കേട്ടോ. ഈ വെള്ളയിൽ ഫുഡ് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. അതായത് കളറ് സയൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രേ സ്ലൈറ്റ് വെച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ക്ലീനിങ്ങാണ്. ഇതെന്താ വീട് പൊളിച്ചാ? ഇതെന്താ ഫുള്ള് സാധനം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ. കളയാളോ അതായത് ആണോ? പള്ളി കൊടുക്കണേ. ഗുഡ് ഗൈസ്, ക്ലീൻ ഇറ്റ് അപ്പ്. ബട്ട് ഷീ ഡസൻറ്റ് ലുക്ക് ഹാപ്പി. വാട്ട് ഹാപ്പൻ? അമ്മ ഗിവ് ഇന്ന പ്രിങ്ങ യു ഡോണ്ട് നീഡ് ടു മച്ച് ക്ലോത്ത്സ് ഉണ്ട് ഈ വീട്ടിൽ ഓൾറെഡി. പ്രിങ്ങ കിഡ്സിൻ്റെ ഉടുപ്പ് ഇതെല്ലാം കൂടിയിട്ട് കളയണം മോനെ. ഇറ്റ്സ് ലോട്ട്. വൈ യു വാണ്ട് സോ മച്ച് ക്ലോത്ത്സ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ബൈ ന്യൂ ക്ലോത്ത്സ്, ന്യൂ സ്റ്റൈൽ. Even I'm gonna check it out. A lot of my clothes, old clothes also. Amma, are we gonna eat outside or what? Amma ഒരു ജോലി തുടങ്ങി. ഇനി അടി തുടങ്ങും കൂടെ. അടിക്കണം. കാരണം അവളോടെ ഞാൻ പറഞ്ഞ് തുണിയെല്ലാം ഹാങ്ങർ, പുതിയ ഹാങ്ങർ. പിന്നെ ഇത്രയും തുണി ഉണ്ടായിരുന്നു ഇവിടെ. ഓ മൈ ഗോഡ്. തുണിയെല്ലാം പുതിയ ഹാങ്ങറിലേക്ക് ഇടാൻ 2-3 തുണി എടുത്ത് കുറച്ച് ഹാങ്ങറിൽ ഇട്ടിട്ട് എൻ്റെ അടുത്ത് എന്ന് പറയാം എല്ലാം കഴിഞ്ഞു. ഞാൻ വന്ന് നോക്കിയപ്പോൾ അതാണ് ഹാഫ് പയ്യ. താഴത്തെ കാർട്ടണൊന്നും തുറന്നിട്ടില്ല. അപ്പോഴേക്കും ശ്രദ്ധ പോയി. ഭയങ്കര ശ്രദ്ധ മിസ്സിങ്ങാ. ശ്രദ്ധാലു അവള്. ഉരുളക്കിഴങ്ങിൻ്റെ ശ്രദ്ധയുള്ളൂ. ശ്രദ്ധ ആലു. എങ്ങനെയുണ്ട് എൻ്റെ ചെളി? പെങ്ങളുടെ റൂമിലുള്ള സാധനങ്ങളാണ്. ഇതാരത്? ഇത് എസ്മയുടെ ജനിച്ചപ്പോഴത്തെ ഉടുപ്പ്. എന്തായാലും നീ എടുത്ത് വെച്ചിട്ടുള്ളതാ കാണാൻ? കളിക്കാനായിട്ട് എടുത്തതാ. എല്ലാ റൂമും വൃത്തിയായിക്കോട്ടെ. ബാക്കിയുള്ളതെല്ലാം കൂടെ ഞങ്ങൾ തീ ഇടിഞ്ഞു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർ. അതെ. ഇതിന് എങ്ങനെ ഉടുപ്പ് കിട്ടിയാവോ? ഇപ്പൊ എസ്മയുടെ കാല് ഭാഗമാവില്ലേ അതിൻ്റെ അകത്ത്? സ്റ്റോംബിയ ഫുട്ട്. അതെ, നിങ്ങൾ നേരത്തിന് ഉറങ്ങാൻ എണീക്കുക വേണ്ട കേട്ടാ. ഏറാ ഇന്നലെ കിടന്ന റൂം മര്യാദയ്ക്ക് പോയിട്ട് ക്ലീൻ ചെയ്തോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു വെച്ചോ കേട്ടോ അവിടെ. ആ അതന്നെയാ ചോദിച്ചേ. തന്നെ ഞാനും ചോദിച്ചേ. ആവശ്യം നേരത്തിന് ഉറക്ക എണീക്കുക. എന്നിട്ട് അവിടെ താഴെ ഞാൻ മണിക്കൂർ എടുത്തിട്ടാണ് എൻ്റെ കളിപ്പാട്ടം എടുത്ത് വെച്ചത്. ഇതൊക്കെ ഞാൻ പറയാം. എന്ത് നീ പറയണ പോലെ മുഖം കറുപ്പിച്ചിട്ടല്ല പറയണേ. നീ കറിയാ നിന്നിട്ട്. ഞാനിത് എല്ലാ ദിവസവും ഞാനാ ചെയ്യുന്നത്. നീയാണ് ഇപ്പൊ എല്ലാ ദിവസം വീഡിയോ ഒറ്റ വീഡിയോയില് നീ പണ്ടെടുക്കണ കാണാനില്ലോ. അത് കാണില്ലേ? പറയാ അവള് നമ്പർ 1 ഉണ്ട്. അച്ഛമ്മ അതെ ആ മൂവി പറയാ ടെല്ലിട്ട് പറ്റേ ഇതന്നെ വൈഭവം പറയാൻ മാത്രമല്ല അവള്. അച്ഛമ്മ വന്ന് ക്ലീൻ ചെയ്തറാ മുടിസ്വാമി.
ഓ ഓ വീണു. അയ്യോ ഒന്ന് ക്ലീൻ ചെയ്തേ. നീ വന്നേ, നീ അത് ക്ലീൻ ചെയ്താൽ ആദ്യം. കോട്ടുപോയിടണോ അപ്പോൾ പറയുമ്പോൾ? ഓ ഒന്നും കാണാത്ത പോലെ. എനിക്കറിയാൻ പാടില്ല അത്ര. ആ കൈയൊക്കെ പോണോക്ക്. മുനിയാണ്ടി വന്നു. എന്തേ പ്രിങ്ങ് മറന്നുട്ടാ. പ്രിങ്ങ് മറന്നു. പ്രിങ്ങിൻ്റെ റൂമ് 3 ദിവസം ഉണ്ടായി. ആ റൂം ക്ലീൻ ചെയ്ത് കഴിയില്ല കേട്ടോ. അപ്പം വിട്ടോ, ഭാഗം വിട്ടോ. ഇവിടെ ഞാൻ വിളിച്ചോ? ആ റൂം പോയിട്ട് ക്ലീൻ ചെയ്താൽ അവിടെ നിന്ന് എനിക്ക് പോകുന്നത്. നീ പോക്കോട്ടാ. മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തോ? മെസ്സാക്കി കിട്ടിൻ്റെ എന്ന്. ഞാൻ എന്തിനാ പറഞ്ഞേ? ഇരിക്കാനുള്ള സമയമില്ല. രാത്രി അവൾക്ക് അറിയണത് ഡീൽ ചെയ്യണോ പില്ലോ കവർ ഇടണോ? ഇല്ല. ഞാൻ അങ്ങനെ വെറുതെ ബെഡിൽ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് ആ വക പരിപാടി ഇല്ല. ഞാൻ ഉറങ്ങേണ്ട സമയത്ത് തന്നെ ബെഡിൽ കിടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ. എനിക്ക് നിന്നുറങ്ങിയ വരെ താല്പര്യമുണ്ട്. ഞാൻ കുതിരയെ ജനലൊക്കെ തുറന്നിട്ട്. എന്തിനാ? എനിക്ക് തണുക്കും. ഞാൻ സാധാരണ സ്കിന്നുള്ള മനുഷ്യനാ. മാത്രമല്ല എൻ്റെ ശരീരത്തിൽ ഫാറ്റ് കുറവാ. പൊട്ടിയാ? ഏറാ ബെഡ് പിരിച്ചിട്ടോട്ടാ. ഇന്നലെ ഞങ്ങൾ ഛർദ്ദിച്ചതും തൂറിയതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇവിടെ നൻ്റെ അത് വാഷാക്കിയിട്ട് റമ്മ് ഉണ്ടാക്കിയിരുന്നു. പുതിയ പാച്ച് മീറ്റ് റമ്മ്, ബീഫ് സ്റ്റേക്ക് റം. ഞാൻ എങ്ങോട്ടും ഒറ്റയ്ക്ക് ഞാൻ എങ്ങോട്ടും പോകണില്ല. എനിക്ക് താല്പര്യമില്ല. ഹലോ അമ്മ കുടി ഊതിയ കഞ്ചാവ് ഊറ്റി എടുക്ക് വായിന്ന്. ഓ വലിച്ചങ്ങോട്ട് കയറ്റിന് കണ്ട് ഞങ്ങൾ എത്താത്ത പോലെ ഉണ്ടല്ലോ. എന്ത് പറഞ്ഞാലും ചിരിക്കും. ഇത് പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമാണ് അല്ലേ? അടി മേടിക്കണത് ആ. ഓ കൂട്ടുവായും വന്നല്ലോ. നശിപ്പിച്ച് കൂട്ടുവായി നശിപ്പിച്ച്. ബാങ്ക് ക്ലീൻ ചെയ്തോട്ടെ എല്ലാവരും. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ നമുക്ക് ബർഗർ ഫ്യൂലിൽ പോകണം. ആ വേണ്ട, നീ ഇവിടെ ഇരുന്നോ. നീ അല്ലെങ്കിൽ നിന്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ ബർഗർ ഫ്യൂലിലേക്കൊന്നും പോകാൻ സമയമില്ല. നീ ഇവിടെ ഇരുന്നോളെ. നിനക്കുള്ളത് ഞാൻ പാഴ്സൽ മേടിച്ചോണ്ടിരാം കേട്ടോ. അല്ലെങ്കിൽ മുട്ട കഴിച്ചോ കേട്ടോ. ആ വേഗം ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ബക്കറ്റ് തുണി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി തരാം. വാ. അതെ, തുണി ഞാൻ മടക്കാറില്ല. ഞാൻ മടക്കും സമയം. എനിക്ക് സമയമില്ലാത്തോണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോ മോന് കുഴപ്പമാണ്. ഇവിടെ പണിയുണ്ട് എന്ന് പറയുമ്പോ ഇതൊക്കെ ഇവിടെ നടന്നു പോണില്ലേ? നടന്നു പോണില്ലേ? അങ്ങോട്ട് ചോദിക്കത് ഞാൻ പറയണ പോലെ. ആ കുഞ്ഞമണി എന്തൊട്ട് ചെയ്യണേ? നീ പോയിട്ട് ആ മുറി തീർക്ക്. ആ നീ രാവിലെ നീ വഴക്ക് കൂടുന്ന സമയമില്ലേ, അത് 2 മണിക്കൂർ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തെ പണി കഴിഞ്ഞ് കിട്ടും. ഇത് അത് വന്ന് നോക്കണ ആള് വേറെ. 1 മിനിറ്റിന്റെ പണി എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ വേലക്കള്ളി അവള്. നീ എന്തിനാ ആളെ വേദനിപ്പിക്കുന്നേ? ഇതെന്താ ചെയ്യണേ? ഇത് സി ഇറ്റ്സ് അസോൾട്ട് ഗൈസ്, ഇറ്റ്സ് അസോൾട്ട്. ഗാർഹിക പീഡനം അനുഭവിക്കുന്നവരാണ് ഞാൻ. പേര് ബൂംബാങ്ന്ന്. വെറുതെ ആൾക്കാർ എന്നെ കമന്റിൽ ബൂംബാങ് എന്ന് വിളിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗൈസ് അവളുടെ ഒരു മുത്താണ്. മുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഈ ചീഞ്ഞ മുത്തില്ലേ. നീ പോണ്ട പുറത്തേക്ക്? പോണുണ്ട്. നീ എന്തൊരു ഇവിടെ നിൽക്കണപ്പോ? മോനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയില്ല. ഞാൻ നിനക്ക് തുണി ഇവിടെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയതാ. എന്റെ കാല കയറ്റിക്കുമ്പോ സൂക്ഷിച്ചു വെക്കണം. ഓ അറിയണ്ട വെച്ചാ ഞാൻ അച്ഛമ്മനെ കൂടി ഒട്ടിപ്പിക്കട്ടെ. അച്ഛമ്മ ഇങ്ങനെ നിൽക്കുക, കാലി ചോട്ടിട്ട് ഇങ്ങനെ. അച്ഛമ്മനെ എവിടെ നിൽക്കാൻ പറ്റില്ല. അച്ഛമ്മന് ലേശം ഉയരത്തിൽ നിൽക്കണം എപ്പോഴും. കൊറ്റിയാ ചെല്ല അഞ്ഞി പൊട്ടി കൊറ്റി. ഇതിനെ കൊണ്ട് ഞാൻ ഏറെ കൊണ്ട് അടിപ്പിക്കും, അച്ഛമ്മനെ കൊണ്ട് ചവിട്ടിക്കും. 2 പേര് എൻ്റെ ഗുണ്ടകളാ. ഒന്ന് കീലേരി അച്ചു, ഒന്ന് കീരിക്കാടൻ ജോസ്. ജോസാ ണ്ട. അപ്പോഴേക്കും ജോസ് വന്നു. ജോസ് ഉരുണ്ടിട്ടാ വരണേട്ടാ. ആ ഇത് കീലേരി അച്ചുവാ, ജോസല്ല. ജോസ് വരുന്നുള്ളോ. ആ ജോസിന് ഇപ്പം ജോസ് സോസായിരുന്നു. പഠിച്ചു. നല്ല സ്പീഡുണ്ട്. ആ എനിക്ക് ഗ്രാവിറ്റി പുള്ളിയുണ്ട്. അതാ കുറച്ച് അധികം. ഓ അടുത്ത ലൈറ്റ് ഫെദർ വെയിറ്റ് വരണ്ട വരണം. എന്തെങ്ങനെ ഓരോ മടുക്കായിട്ട് വരണേ. നല്ല സ്പീഡിൽ വന്നിരുന്നാണല്ലോ കുഞ്ഞിപ്പുഴു.
ഇടയിലെന്താ ഇങ്ങനെ നിൽക്കണേ? കെട്ടായി അതിൻ്റെ പേരിലെ ഒന്നാമതാവറ്റങ്ങളുടെ പാൻറ്റും സൗസറായി. അതാ നല്ലത്. ഇതാവുമ്പോ ഒരയില്ല മേല്. അത് ശരിയാ, ഒരു പാകം ഒരയില്ല. ഒരു വണ്ടി വരുമ്പോൾ ഒരു വണ്ടി കയറുണ്ടല്ലോ. വീണ്ടും ഇറങ്ങി പഠിക്കുക ഇടയിൽ നിന്ന് കയറിയിട്ട്. ആയ് അതെ, ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല. എൻ്റെ പണി ഉള്ളെടുക്കട്ടെ, ഇല്ലെങ്കിൽ ഗോൾഡ് ചീത്ത വിളിക്കും. മണ്ണ് തിന്നായിരിക്കും കേട്ടോ. പോയിട്ട് ഡാഡ അവിടെ വാക്വം ചെയ്യട്ടെ. ഗോ. രണ്ടാളും പിന്നെ ഒരുമിച്ച് എത്തിയാലേ പോവുള്ളൂ. ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെ ഒരു ഗുണമുണ്ട്. പോക്കോ. മണ്ണ് തിന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മണ്ണിലേക്ക് ആദ്യം പോണേ. എന്നിട്ടാ അവിടെ കിട്ടി. അത് ഒരെണ്ണം പിടിച്ചിട്ടേ പോവുള്ളൂ. പണ്ട് താക്കോല് പിടിക്കില്ലേ, അതുപോലെ. നമ്മുടെ നെയ്ബറില്ലേ ഇവിടുത്തെ മലേഷ്യൻ ഫാമിലി, അവർ തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഫീർ ലൈംസ്. വൺ ഓഫ് ദ എന്താ പറയുക ലൈമുകളിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും സ്മെല്ലുള്ള ബ്യൂട്ടിഫുൾ ഇതാണ് കഫീർ ലൈം. You got some lemons? A bucket of lemon. Thank you. മതിലിൽ സിനിമയിലെ പോലെ. Yeah, thank you. Yeah, pass the bucket. 1 second. Now we got some rosemary. We always pick it from the park. Yeah, even we had a tree and we pull it out. It's too much. Hard to maintain. സൗണ്ട് നോക്കി നിൽക്കുക, ഓറഞ്ച് അയച്ചിട്ട് തിന്നുക. ഗോൾഡേ, ഒരു ഓറഞ്ച് അയച്ചിട്ട് ലെമൺ തിന്നുക, കടിക്കുക ലെമൺ എടുത്തിട്ട്. ഓറഞ്ചാന്നാ വിചാരിക്കണേ. അച്ഛൻ എന്നോട് ചോദിക്കുക പൊറിച്ച് മറ്റേ ഇതാക്കി തരാൻ, പൊളിച്ചു തരാൻ. അച്ഛമ്മ അത് ഓറഞ്ച് അല്ലടാ, എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികടേ. നോക്കിയടികളുടെ ഞാൻ കഫീർ കിട്ടി എനിക്ക്. നമുക്ക് സൂപ്പ് അതിന് മുള്ളില്ല, കഫീർമില്ല. അത് കുറച്ച് ഫ്രീസറിൽ വെച്ചോട്ടോ, ഫ്രീസ് ചെയ്തിട്ട് കഫീർ ലൈം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ടോമിയം ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ടോമിയം ഉണ്ടാക്കാം. ടോമിയം സൂപ്പ്. അതിൻ്റെ കണ്ണിൽ കുത്തണ്ട കേട്ടാ. എന്താ മാഡത്തിൻ്റെ കിടപ്പ് എന്തൊരു കാണണേ. ഞാനിവിടെ വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് വെച്ച് കൊടുത്തിരിക്കുക. ഞാൻ ക്ലീൻ ചെയ്യാൻ. എച്ചമ്മക്ക് നേരെ നടു നിർത്തിയിരിക്കാൻ ആരോഗ്യമില്ല കേട്ടാ. എവിടെയാ വെച്ച് കൊടുത്തിട്ടുള്ളത്? കണ്ണാടിയല്ലേ നോക്കണ്ട മാഡം. കണ്ടപ്പോൾ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചു. കാലും കയറ്റി വെച്ചിട്ട് അമ്മമ്മ ഇരുന്നു. അമ്മമ്മ ചേട്ടാ, ഇപ്പോൾ പുള്ളിക്കാരി ലെമണും കഫീറൊക്കെ തന്ന കാരണം ഇന്ന് വൈകുന്നേരം ഇവിടെ പ്രോൺ ഇരുന്നായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ടോമിയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഗാർലിക് ഞാൻ ഒരു പ്രോപ്പർ റെസിപ്പി ചെയ്യാം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ പ്രോൺ സ്റ്റോക്ക് ആദ്യം ഉണ്ടാക്കണം നമുക്ക്. ഇഞ്ചി, ഉള്ളി, കഫീർ ലൈം സ്കിൻ, ലെമൺ ഗ്രാസ്. അവളുടെ വീട്ടിൽ തന്നെ പോയിട്ട് എടുത്തതാ. കഫീർ ലൈം ലീവ്സ്, ദെൻ സം കൊറിയാണ്ടർ. ഇനി ഇതേ കുറച്ച് പച്ചവെള്ളം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ലഞ്ച് കഴിച്ച് വരുമ്പോഴേക്കും ഇവൻ സ്റ്റോക്ക് ആവും. ഇനി ഇതേ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വാലുള്ള ചെമ്മീനും വെച്ചിട്ടുണ്ട്, കുറച്ച് വാലില്ലാത്തത്. ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെമ്മീൻ ബോൾസ് ഉണ്ടാക്കണം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. മോണേ ചേട്ടാ, ഞാനിത് പേസ്റ്റാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് കറിയൊക്കെ വയ്ക്കും. സെയിം സാധനം തന്നെ, ജസ്റ്റ് ഇങ്ങനെ ക്വനൽസ് ആക്കി ഇട്ടാൽ മതി. ഇറ്റ്സ് എ നൈസ് തിങ്. കണ്ട, യു ഡോണ്ട് നീഡ് എനി സീസണിങ്, ഫ്ലവർ ഒന്നും വേണ്ട, മുട്ട പോലും വേണ്ട. ഈസി. ഗുഡ് ആഫ്റ്റർനൂൺ. ഫസ്റ്റ് ടൈം നമ്മൾ സൺഡേയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണത്. അനദർ തിങ് ഈസ് ദാറ്റ് നോ ബ്രഷ് യുവർ ടീത്ത്, നോ ഷവർ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഗോയിങ്. കൂൾ. ഹൗ കം? നമ്മൾ കഫേയിൽ പോകാമെന്ന് വെച്ചാൽ പ്ലാൻ മാറ്റി, ലേറ്റായി. പിന്നെ വൈകുന്നേരം ഇപ്പം നമുക്ക് നല്ല ടോമിയം സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ മേടിക്കാനുണ്ട്. And we gonna eat a burger today. Actually, you know, my burger is the number 1. And I know what exactly. The number 2, yeah. As always. This place is good. Okay. Is that us? Yes. Twins, they want. We're twins, Anna. പുള്ളിക്കാരി എപ്പോഴും ഈ റോഡ് ക്രോസ് ചെയ്യണത് എന്ത് റോഡിന്റെ സെന്ററിൽ കൂടിയാണ് അവർ ക്രോസ് ചെയ്യുന്നത്, 2 പിള്ളേരെയും വെച്ചിട്ട്. അത് ഈ എന്താ പറയാ, അത് ഈ കോർണറിൽ നിന്ന് കയറി വരുന്നത് ഭയങ്കര പ്രശ്നമാണ്.
ഒക്കെ മോം ഹാൻഡ്ലിങ് വൺസ്. ഒന്നെങ്കിൽ അച്ഛൻ ഭാര്യ അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ബാലൻസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. അവർ എപ്പോഴും 2 വണ്ടിയിലുള്ളല്ലേ. ജോലി ചെയ്യുന്നില്ലേ? ഓക്കെ. പെരുന്തച്ഛൻ എന്തപ്പോ സിനിമയിലെ അഭിനയിക്കലൊക്കെ നിർത്തിയാ? എങ്ങടപ്പ ഈ പോണ്? ആ ടേബിൾ കയറാൻ സമ്മതിക്കണ്ടേട്ടാ. ഉളി വലുതുണ്ടോ കയ്യില്? ഹലോ, നന്നായി. ബർഗർ കഴിക്കാതിരിക്കല്ലേ? അവിടെ നിന്ന് ചോറും മുട്ടയും കഴിച്ചിട്ട് തൊണ്ടക്കുഴിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പോൾ ലഞ്ചിന്. പെരുന്തച്ചാ that's a nice burger right there. What is this? The double patty one is mine. അതിനൊരു പാറ്റിയുടെ പീസ് എടുത്തു അവർക്ക് കൊടുക്കാൻ. അമ്മയുടെ പേര് എന്നിട്ട് ബാസ്റ്റഡാ അല്ല ബേൺ ഔട്ട്. ഇത് കരിഞ്ഞ് തന്നിട്ട്. പ്രിങ്ങുവിൻ്റെ എന്തായിരുന്നു? ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ. അതാണ് സ്കിൻ ഫ്രൈഡ്. ഡെവിൾഡ് ഫ്രൈസ്. എൻ്റെ പേര് ഡെവിൾഡ് ഫ്രൈസ് എന്നാണ് കേട്ടോ. പൊട്ടാറ്റോ സ്കിന്നോടക്കനെ അരിഞ്ഞിട്ടുള്ള. പ്രിങ്ങുവിൻ്റെ എന്നിട്ട് ഫ്രൈഡ് ചിക്കനാ. ലൈക്ക് നഗറ്റ്സ്, ഫ്രഷ് നഗറ്റ്സ് ആണ്. നല്ല ചൂടും കേട്ടോ പിങ്ങ. ടേസ്റ്റ് നൈസേ. ഞാൻ എപ്പോഴും മേടിക്കുന്ന ബർഗറാണ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാരണം വലിയ പ്രയോറിറ്റി ഒന്നുമില്ല. ന്യൂസിലാൻഡിലെ നമ്പർ 1 ബർഗറായിട്ട് ഇവരുടെ. നല്ല ചിപ്സ് ആട്ടോ. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇവൻ സോസ് ഇസ് ഗുഡ്. How was the lunch? That was already നല്ല സ്ഥലമാണ് ബർഗർ ഫ്യൂവൽ. ഓക്കെ, ഓൾവേസ് ഹൈലി റെക്കമെൻഡഡ് പ്ലേസ്. എനിക്ക് മാക്ഡി ഇഷ്ടമാണ്. ചീപ്പ് ആൻഡ് റൺ ആൻഡ് ഗോ എന്നുള്ള സിറ്റുവേഷനിൽ എപ്പോഴും മാക്ഡിയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അതല്ല വെച്ചെങ്കിൽ ഫാമിലി ആൻഡ് ടൈമിനൊക്കെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബർഗർ ഫ്യൂവലാണ്. പക്ഷേ ബർഗർ ഫ്യൂവൽ ലിമിറ്റഡ് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മാക്ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കുഗ്രാമത്തിൽ പോയി കഴിഞ്ഞാലും മാക്ഡി കിട്ടും. ബ്യൂട്ടിഫുൾ. ഇവരെപ്പോഴും ഒരു ന്യൂസിലാൻഡ് ഓൺഡ് കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ചിക്കൻ നൈസ് ആയിരുന്നു. പൊട്ടാറ്റോ ചിപ്സ് അടിപൊളിയായിരുന്നു. ബർഗർ പാറ്റീസ് ലൈക്ക് ബിഗ് ആസ്. ഇവർക്ക് നല്ല ഇഷ്ടമായി. ചിപ്സൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതേ നമ്മുടെ ചെമ്മീൻ സ്റ്റോക്ക് ടോമിയമ്മിനുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ വെരി കോൺസെൻട്രേറ്റഡ് നൈസ് സ്റ്റോക്ക്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഫിഷ് സ്റ്റോക്കും ഉണ്ട്. സോ വി ക്യാൻ മിക്സ് ബോത്ത് ടുഗെദർ. ഓക്കെ, വെരി നൈസ്. നല്ല സ്ട്രോങ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചെമ്മീൻ നോക്കിയേ, കണ്ട. ചിലത് അരച്ച് ചേർക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ അതുപോലെ. ഇനി കഴിഞ്ഞ ദിവസത്തെ കുറച്ചുകൂടി ഫിഷ് സ്റ്റോക്ക് ഇത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അതിനേക്കാൾ മുന്നേ നമുക്കിതിൽ ഇതിൻ്റെ സോസും കൂടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ പണി കഴിഞ്ഞില്ല, ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഇതാക്കാൻ നിൽക്കാം. ഞാൻ ടോമിയമ്മിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ടോമിയം. ഇതാകുമ്പോൾ ഈസി ആണല്ലോ. ഇതിന് പകരം നമ്മുടെ ഹൽദി, നമ്മുടെ മറ്റേ മുളക് പൊടിയും പച്ചമുളകും കഫീർ ലൈം ലീവ്സ് ഇതെല്ലാം കൂടെ അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. മെയിനായിട്ട് ഇതിൽ നമ്മുടെ ബ്ലാച്ചാൻ, നമ്മുടെ ഷ്രിമ്പ് പേസ്റ്റ്, ചെമ്മീൻ അരച്ച ഒരു ഉണക്ക ചെമ്മീൻ അരച്ച പേസ്റ്റ് ചേർക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറിങ്. മറ്റുള്ളതെല്ലാം തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇത് കേട്ടോ. ബേസിക് കറി പേസ്റ്റാണ് ഇത്. തായ് കറി പേസ്റ്റ്. ഓക്കെ, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഐ മീൻ സ്റ്റോക്ക് വിത്ത് സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഗോൾഡൻ എന്തുകൊണ്ടെന്ന് വെള്ളിയാണല്ലോ. ഫേവറേറ്റ് വെജിറ്റബിൾ മസറൂംസ്. നമ്മൾ ഒരുപാട് വെജിറ്റബിൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ചെമ്മീൻ ക്വനൽസ് ഇല്ലേ, അങ്ങനെ. ഓക്കെ, ഈസിയാണ്. ഇങ്ങനെ ആക്കുക, ഇതിരിക്കിടുക. കിഡ്സിനൊക്കെ കൊടുക്കാം. ഇത് നമ്മുടെ നാട്ടിൽ കറിയൊക്കെ വയ്ക്കാൻ ഇങ്ങനെ ചെമ്മീനാക്കിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് നനയ്ക്കുക, ഒന്നിങ്ങനെ ആക്കുക. സോ ഈ ഗെറ്റ് ക്വനൽസ് ഷേപ്പ് ആക്കിയിട്ട് പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കയ്യിൽ മുക്കിയിട്ട് നോക്കിയാൽ അങ്ങനെ വെള്ളം മുക്കുക. കണ്ട, അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, നൗ നമ്മുടെ ചെമ്മീൻ നമ്മുടെ സൂപ്പ് തിളച്ചു വന്നു. ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ക്രീം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക്. ഓക്കെ, ദെൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ അധികം വേവിക്കണ്ട കേട്ടോ.
ബ്യൂട്ടിഫുള്ളി കൊറിയാണ്ടർ ലീവ്സ്. ദാറ്റ്സ് ഇറ്റ്, അവർ സൂപ്പ് റെഡി. ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കം ചില്ലി, തായ് ചില്ലി യു ക്യാൻ ആഡ് അക്കോർഡിംഗ് ടു യുവർ സ്പൈസ് ലെവൽ കേട്ടോ. സോ അവർ സൂപ്പ് ഈസ് റെഡി. നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് ലൈമും കൂടെ ഒഴിച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, ബാക്കി വന്ന ചെമ്മീൻ വെച്ചിട്ട് ഞാൻ ഇവർക്കൊരു പാറ്റി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചെമ്മീൻ പാറ്റി. എന്താ ഇവിടുത്തെ ഒരു ബഹളം ബളഹം? ഇതാ നിനക്കുള്ളത് കേട്ടാ. കൈ ഇടണ്ട കേട്ടോ, ഇപ്പൊ കൈ ഇട്ട വിവരം അറിയും. ഓക്കെ, ദാറ്റ്സ് യുവർ പാറ്റി ദിയർ. സോ ഫ്രഷ് ലൈംസ് ആൻഡ് എവറിത്തിങ്. അമ്മയ്ക്കുള്ള സൂപ്പ്. There we go. The soup, noodles. Pringa noodles വേണടാ. Of course you know. I know that. There we go. അമ്മയുടെ ടോം യം സൂപ്പ്. അമ്മയുടെ സൂപ്പ്. There we going. അമ്മ ഇത് നിനക്കൊരു നാരങ്ങ വേണം ഇതില്. കുറച്ച് കൊറിയാണ്ടർ, കഫീർ ലൈം ലീവ്സിന്റെ ജ്യൂസ്. It's always nice. Oh, beautiful. Nice cafe. Here you go. Here you go, Esme. Thank you, Esme. അയ്യോ, മഷ്റൂം മുഴുവൻ എൻ്റെ ഇടയ്ക്ക് വീണു കേട്ടാ. Good girl. Here you go. Thank you. Here you go. Esme, here. പ്രിങ്ങുവിന് സൂപ്പ് വേണ്ടാ? Thank you, Esme. What are you having then? Please. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല. നിനക്ക് എന്തിനു വേണ്ട? എനിക്ക് സെയിം സൂപ്പ് തരട്ടെ? What do you mean? What do you want to eat then? എന്നാലല്ല വേറെ ഓപ്ഷൻ ഇല്ല. ഈ കുട്ടി പട്ടിണി കിടന്നോ? ഇവിടെ ആളാവിധം തരം തിരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇത് റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ, അത് കുടുംബ. ചീന പോടാൻ മീൻ പോയതാ. ദേ അമ്മയ്ക്ക് ചെമ്മീൻ. താങ്ക് യു. ദിസ് ഈസ് ദ സൂപ്പ്. അമ്മ ടേസ്റ്റ് ആൻഡ് ലെറ്റ് മീ നോ. അമ്മ ലെറ്റ് മീ സീസ് ദ സോസ്. Wow, it's a nice soup for winter. It's always nice spicy soup. It's not too spicy. നല്ല മണമുണ്ട് പക്ഷേ. നല്ല പൊടി. നിനക്ക് ഇഷ്ടപ്പെടും. എന്താ ബാംബൂ ഷൂട്ടില്ല? ഇല്ല. ഇവർക്ക് വേണ്ടേ? അപ്പൊ നീ അവൾക്ക് കൊടുത്തില്ലേ പാൻ കേക്ക്? കേക്കല്ല ഇത്. ആർക്കും വേണ്ടെങ്കിൽ ആർക്കും വേണ്ട കേട്ടോ. താങ്ക് യു മാം. മോനെ നീ നിന്നിട്ട് കഴിച്ചോ? നീ അമ്മയുടെ തലയിലിട്ടോ. അവര് പറ്റേ? ആ കഫീർ ലൈമിന്റെ ടേസ്റ്റ് അത്. എന്ത് കൊത്തിയോളണ്ടാ? ഓ ഇങ്ങനെയാ കാണിക്കണേ താഴെ നിന്നിട്ട്. ഇതാ എങ്ങനെ നീ എന്ന് ചെമ്മീൻ കൊടുത്തേക്ക് ചിലപ്പോ കഴിക്കണോന്ന്. എന്തൊരു അവരെ കരച്ചിൽ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അവര് ഫുഡെല്ലാം കഴിച്ചാ. ഗോൾഡെ വരണ വഴിക്ക് ഒരു വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു. നൂഡിൽസ് മാം. ഗുഡ്. ആക്ച്വലി ഞാൻ നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് വേറെ ഒന്നുമല്ല. ഇവിടെ ഇത്രേ ബാക്കിയുള്ളൂ. നാളെ ഗോൾഡേക്ക് കൊണ്ടുപോകാനുള്ളത്. ഗോൾഡ ഹൗസ് ഐ യു റെഡി ടു സേ ബൈ? നോക്ക് അവറ്റങ്ങളെ രണ്ടെണ്ണത്തിന് നോക്ക്. അലമ്പ് വെറുതെ അലമ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ഡേ തീരുകയാണ് കേട്ടോ ഇന്ന്. എന്താ കൈമ കടിച്ചാ? ഞാൻ അവിടെ വന്നിരുന്നേനാ. നിന്റെ കുടുംബല്ലേ? എഴുത്തച്ഛൻ എന്താ പറ്റിയവോ? ഞാൻ വന്നിരുന്നേനാണ് ഇപ്പൊ. അങ്ങോട്ട് അമ്മോ. ഓക്കെ, ഇവരിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എന്നെ അറിയിച്ചതാട്ടാ. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ. ബൈ ബൈ. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ. ബൈ ബൈ.
അയ്യോ what a day. So പോയി കിടന്നുറങ്ങിയ സകലണ്ണോ? പെരുന്നതിനെ പറഞ്ഞേക്ക്. നിങ്ങൾ പോവാ സമയടാ. Let's go. ജിൽക്ക്